പ്രിയമുള്ളവരെ നമസ്കാരം. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന പാഠഭാഗത്തിലെ മെൻസ്ട്രൽ സൈക്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പാഠഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. പഠിക്കുന്ന ടോപ്പിക്കാണ് ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. ചാപ്റ്റർ തുടക്കത്തിൽ ഇവൻറ്റ്സ് ഓഫ് റീപ്രൊഡക്ഷൻ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതിൽ പറഞ്ഞ രണ്ട് ഇവൻറ്റുകളാണ് ഫെർട്ടിലൈസേഷനും ഇംപ്ലാന്റേഷൻ. ഇപ്പോൾ നമുക്കറിയാം, ഗ്യാമേറ്റുകൾ ഫോം ചെയ്തിട്ടുണ്ട്. മെയിൽ ഗ്യാമേറ്റ് ഫോം ചെയ്തു, ഫീമെയിൽ ഗ്യാമേറ്റും ഫോം ചെയ്തു. ഈ പുരുഷൻ്റെ ബോഡിയിൽ ഫോം ചെയ്തിട്ടുള്ള ഈ സ്പേം ഇനി ഫീമെയിൽ ബോഡിയിലേക്ക് എത്തണം. അതിനെയാണ് നമ്മൾ ഇനി അങ്ങനെ പുരുഷൻ്റെ ബോഡിയിൽ നിന്നും ഫീമെയിൽ ബോഡിയിലേക്ക് സ്പേമിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇൻസെമിനേഷൻ എന്നാണ് പറയുന്നത്. ഡ്യൂറിങ് കോപ്പുലേഷൻ the semen is released by the penis into vagina. This process is called insemination. Copulation എന്ന് പറഞ്ഞാൽ ഇണചേരുക എന്നുള്ളതാണ്. അപ്പോൾ ഇണചേരുന്ന സമയത്ത് പുരുഷൻ്റെ ശരീരത്തിൽ നിന്ന് ഈ സ്പേമിനെ ഫീമെയിൽ ബോഡിയിലേക്ക് എത്തിക്കുന്നതാണ് ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. The fusion of motile sperm with ovum is called fertilization. അങ്ങനെ ഇൻസെമിനേഷൻ്റെ ഫലമായിട്ട് സ്പേം റിലീസ് ചെയ്യും. ആ സ്പേമിന് മോട്ടിലിറ്റി ഉണ്ട് നമുക്കറിയാം. ആ സ്പേം മൂവ് ചെയ്ത് ഓവുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. Fertilization takes place in the ambulary isthmic junction of fallopian tube. ഈ ഒരു ട്യൂബാണ് അല്ലേ, ഫെലോപ്പിയൻ ട്യൂബ്. ഈ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഈ ഒരു ഭാഗം, വൈഡർ ആയിട്ടുള്ള ഭാഗം ആംബുളയും നാരോ റീജിയൻ ഇസ്റ്റുമസ് എന്ന് പറയുക. ആ ഒരു റീജിയനിൽ വെച്ചിട്ടാണ് ആംബുലറി ഇസ്റ്റുമിക് ജംഗ്ഷൻ, അല്ലെങ്കിൽ സിംപിളി നമ്മൾ ആംബുലറി റീജിയൻ എന്ന് പറയാറുണ്ട്. ആ ഭാഗത്ത് വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഈ ഒരു ചിത്രം നിരീക്ഷിക്കൂ. ഇതിൽ ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ് നടക്കുക എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്പേമിൻ്റെ മൂവ്മെൻറ്റും അതേപോലെ ഓവവും തമ്മിൽ എവിടെ വെച്ചിട്ട് എങ്ങനെ ഫ്യൂസ് ചെയ്യുന്നുള്ളതാണ്. സ്പേമിനെ വജൈനിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആ വജൈനിൽ സ്പേം സെർവിക്കൽ കനാലിലൂടെ യൂട്രസിലെത്തുന്നു. സെർവിക്കൽ കനാലിലൂടെ യൂട്രസ് വഴി ഇത് ഓവിഡക്റ്റിൻ്റെ ഇസ്തുമസ് എന്ന് പറയുന്ന റീജിയനിലെത്തുന്നു. ഇസ്തുമസ് കഴിഞ്ഞിട്ട് ആംബുല ജംഗ്ഷനിലേക്ക് എത്തുകയാണ് ചെയ്യുക. അതേ സമയത്ത് ഓവം ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. അതിനെ നമുക്കറിയാം, ഈ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ താഴ്ഭാഗത്തുള്ള ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സാണ് ഫിംബ്രിയെ ക്യാച്ച് ചെയ്യുന്നു. ഫിംബ്രിയെ ക്യാച്ച് ചെയ്ത ശേഷം ഫിംബ്രിയെ പിന്നീട് ഇൻഫണ്ടിബിൾ എന്ന ഭാഗം കടന്ന് പിന്നീട് ആംബ്യൂള എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്തുന്നു. അപ്പോൾ അറ്റ് എ ടൈമിൽ ഇതിലൂടെ സ്പേം ആംബ്യുലറി ജംഗ്ഷനിലെത്തുന്നു. അതേ സമയത്ത് ഓവും ആംബ്യുലറി ജംഗ്ഷനിലെത്തുന്നു. ആ ആംബ്യുലറി ജംഗ്ഷനിൽ വെച്ചിട്ട് ഇവ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ രണ്ട് ഗ്യാമേറ്റുകളും സൈമുൾട്ടേനിയസ് ആയിട്ട് ഈ ആംബുലറി ഇസ്തുമിക് ജംഗ്ഷനിൽ എത്തിയാലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഫെർട്ടിലൈസേഷൻ ഈസ് ഹാപ്പൻ ഓൺലി വെൻ ദ സ്പേം ആൻഡ് ഓവം ആർ ട്രാൻസ്പോർട്ടഡ് സൈമുൾട്ടേനിയസ്ലി. അതുകൊണ്ടാണ് എല്ലാ സമയത്തും ഇണചേർന്നാൽ കുഞ്ഞുങ്ങളുണ്ടാവാത്തത്. ഇത് സൈമുൾട്ടേനിയസ് ആയിട്ട് അവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഓവത്തിൻ്റെ ആയുസ് 24 hours. ആ ഒരു ദിവസത്തിനുള്ളിൽ, ആ ഒരു 24 hours ഉള്ളിൽ ഓവും സ്പേമും ഫ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കറക്റ്റ് രണ്ടും സൈമുൾട്ടേനിയസ് ആയിട്ട് ഈ ആംബുലറി ഇസ്റ്റുമിക് ജംഗ്ഷനിൽ എത്തിയാലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. സോ ഓൾ കോപ്പുലേഷൻ ഡു നോട്ട് ലീഡ്സ് ടു ഫെർട്ടിലൈസേഷൻ ആൻഡ് പ്രഗ്നൻസി. അതുകൊണ്ടാണ് എല്ലാ കോപ്പുലേഷൻസും ഫെർട്ടിലൈസേഷൻസിലും പ്രഗ്നൻസിയിലേക്കും എത്താത്തത് കേട്ടോ. അങ്ങനെ ചോദ്യം വന്ന് മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് ഇത് രണ്ടും സൈമുൾട്ടേനിയസ് ആയിട്ട് ഈ ആംബുലറി ഇസ്റ്റുമിക് ജംഗ്ഷനിലേക്ക് എത്തേണ്ടതുണ്ട്. ഇനി ഈ ചിത്രം നോക്കൂ. സ്പേം ഈ പറയുന്ന റൂട്ടിലൂടെയൊക്കെ വന്ന് ഓവത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം മില്യൺസ് ഓഫ് സ്പേമുകളാണ് ഇജാക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു സ്പേം എന്ത് ചെയ്യുക വെച്ചാൽ, ഏറ്റവും മൂവ്മെൻറ്റ് കൂടിയ ഒരു സ്പേം ഈ ഓവത്തിൻ്റെ അടുത്ത് എത്തുന്നു. ദിസ് സ്പേം കോണ്ടാക്ട് വിത്ത് ദ സോണ പെല്ലൂസിഡ ലെയർ ഓഫ് ദ ഓവം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓവത്തിൻ്റെ ലെയറൊക്കെ പഠിച്ചതാണ്. അതിലെ ലെയറാണ് സോണ പെല്ലൂസിഡ. ഈ സോണ പെല്ലൂസിഡ ലെയറുമായിട്ട് ഈ സ്പേം കോണ്ടാക്ട് ചെയ്യുകയും തൽഫലമായിട്ട് ഇറ്റ് ഇൻഡ്യൂസ് ദ ചേഞ്ചസ് ഇൻ ദ മെംബ്രെയിൻ ദാറ്റ് ബ്ലോക്ക് ദ എൻട്രി ഓഫ് അഡീഷണൽ സ്പേംസ്. ദാറ്റ്സ് കോൾഡ് കോർട്ടിക്കൽ റിയാക്ഷൻ. നമുക്കറിയാം മില്യൺസ് ഓഫ് സ്പേമുകളെ വരിക, അതിൽ ഏറ്റവും മുന്നിലുള്ള സ്പേം വന്ന് ഈ സോണ പെല്ലൂസിഡ ലെയറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെംബ്രെയിൻ ചേഞ്ചസ് ചെയ്യും. അതോടുകൂടെ ബാക്കി വരുന്ന സ്പേമുകൾക്കുള്ളിലേക്ക് അടക്കാൻ കഴിയില്ല. കാരണം പ്രശ്നമാണ് അല്ലേ, കാരണം ഒരു ഓവുമായിട്ട് ഒരു സ്പേമാണ് ഫ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഓവത്തിലേക്ക് ഒരു സ്പേം വന്നു കഴിഞ്ഞാൽ അത് കോണ്ടാക്ട് ചെയ്യുന്നതോട് കൂടെ തന്നെ ഈ മെംബ്രെയിനിൽ മാറ്റം വരികയും ദാറ്റ്സ് ബ്ലോക്ക് ദ എൻട്രി ഓഫ് അഡീഷണൽ സ്പേം. നമ്മൾ പോളിസ്പേമി എന്നാണ് പറയുക, ഒന്നിലധികം സ്പേം വരുന്നതിന്.
ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു റിയാക്ഷൻ, ആ ചേഞ്ചസിനെ പറയുന്ന പേരാണ് കോർട്ടിക്കൽ റിയാക്ഷൻ. ഇറ്റ് ഈസ് ഡൺ ബൈ ദ റിലീസ് ഓഫ് കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് ഫ്രം ദ എഗ്. ഈ എഗ് ഉണ്ടാക്കുന്ന ചില കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് ആണ് ഈ കോർട്ടിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. ഇനി നമ്മൾ പഠിച്ചൊരു കാര്യം ഓർക്കുന്നുണ്ടാവും നിങ്ങൾ, ഈ സ്പേമിൻ്റെ ഹെഡിൻ്റെ ഭാഗത്ത് അക്രോസോം എന്ന് പറയുന്ന ഒരു കപ്ലിക് സ്ട്രക്ചർ ഉണ്ട്. അതിനകത്ത് ഒരു ലൈറ്റിക് എൻസൈംസ് ഉണ്ടായിരുന്നു അല്ലേ. ആ എൻസൈമിൻ്റെ സഹായത്താൽ ഈ ആദ്യം വന്ന സ്പേം ബാക്കി മെംബ്രെയിൻസുകളൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും. ദ സെക്രീഷൻ ഓഫ് ദ അക്രോസോം ഹെൽപ്പ് ദ സ്പേം ടു എൻ്റർ ദ സൈറ്റോപ്ലാസം ഓഫ് എഗ് വൈ സോണ പെല്ലൂസിഡ ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ. ഈ മെംബ്രെയിനുകളൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇതിനുള്ളിലേക്ക് എത്താൻ ഈ അക്രോസോം എന്ന് പറയുന്ന മെംബ്രെയിൻ സഹായിക്കും. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞൊരു കാര്യം കൂടിയാണ്. നൗ the haploid nucleus of sperm and ovum fuse together to become a diploid zygote. അങ്ങനെ ഈ കടന്നു വരുന്ന സ്പേമിൻ്റെ ഹാപ്ലോയിഡ് ന്യൂക്ലിയസും ഈ ഓവത്തിൻ്റെ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് ഇറ്റ് ബിക്കം എ സിംഗിൾ സെൽ. ദാറ്റ് സെൽ ഇസ് കോൾഡ് സൈഗോട്ട്. യു നോ സൈഗോട്ട് ഇസ് ഡിപ്ലോയിഡ്. ഇതിൻ്റെ ക്രോമസോം സംഖ്യ 2n, ദാറ്റ് മീൻസ് 46 ആയിരിക്കും. ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സുമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ഫ്യൂഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സൈഗോട്ട് എന്ത് ചെയ്യും? ഡിവിഷന് വിധേയമാകും. ദ സൈഗോട്ട് അണ്ടർഗോസ് റാപ്പിഡ് മൈറ്റോട്ടിക് ഡിവിഷൻ കോൾഡ് ക്ലീവേജ്. ഈ സിംഗിൾ സെല്ലായ സൈഗോട്ട് വളരെ വേഗം വിഭജിക്കും. അതിന് നമ്മൾ ക്ലീവേജ് ഓഫ് സൈഗോട്ട് എന്നാണ് പറയുക സാധാരണ. എപ്പോഴാണ് ക്ലീവേജ് സംഭവിക്കുക? ആസ് ഇറ്റ് മൂവ് ത്രൂ ദ ഇസ്തുമസ് ടുവാർഡ്സ് ദ യൂട്രസ്. ഈ ഒരു ട്യൂബിലൂടെ, ഇവിടെ നമുക്ക് ഓർക്കേണ്ട കാര്യം, ഈ ഒരു ആംബുലറി ഇസ്റ്റമിക് ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഫ്യൂഷൻ നടക്കുന്നത്. പിന്നീട് അത് ഈ ട്യൂബിലൂടെ യൂട്രസ് ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്ന ഈ സന്ദർഭത്തിലാണ് ഇതിന് ക്ലീവേജുകൾ, ഇതിന് വിഭജനം സംഭവിച്ചുകൊണ്ടിരിക്കുക. ആസ് എ റിസൾട്ട് ഓഫ് ദ ക്ലീവേജ് ദീസ് സൈഗോട്ട് ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെൽ ആസ് 2, 4, 8, 16 ഡോട്ടർ സെൽസ്. ഇങ്ങനെ 2, 4, 8, 16 സെല്ലുകളായിട്ട് ഇതിങ്ങനെ വിഭജിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള ഈ സെല്ലുകളെ നമ്മൾ പറയുന്ന പേരാണ് ബ്ലാസ്റ്റോമിയേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ സൈഗോട്ട് വാട്ട് ഈസ് ബ്ലാസ്റ്റോമിയർ? ഈ സൈഗോട്ടിൻ്റെ വിഭജന ഫലമായിട്ടുണ്ടാകുന്ന ഡോട്ടർ സെല്ലുകളെ പറയുന്ന പേരാണ് ബ്ലാസ്റ്റോമിയർ. ആദ്യം മൈറ്റോട്ടിക് ഡിവിഷൻ ആണല്ലോ. അപ്പോൾ ആദ്യം 2, 2, 4, 4, 8, 8, 16 ഇങ്ങനെ സെല്ലിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ആൻഡ് ദീസ് ഡോട്ടർ സെൽസ് ആർ കോൾഡ് ബ്ലാസ്റ്റോമിയേഴ്സ്. അപ്പോൾ ഇതിന് ഈ ബ്ലാസ്റ്റോമിയർ എണ്ണം കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ പേരും മാറുന്നുണ്ട്. അതിന് എംബ്രിയോ എന്നാണ് പറയുക. ഹിയർ ദിസ് എംബ്രിയോ വിത്ത് 8 to 16 ഡോട്ടർ സെൽ ഈസ് കോൾഡ് മോറുല. ഇവിടെ എത്തുമ്പോൾ ഇനി പേരിങ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ 8 to 16 സ്റ്റേജ് ഓഫ് ബ്ലാസ്റ്റോമിയേഴ്സിനെ പറയുന്ന പേരാണ് മോറുല എന്നാണ് പറയുക. ദിസ് മോറുല കണ്ടിന്യൂസ് ടു ഡിവൈഡഡ് ആൻഡ് ട്രാൻസ്ഫോം ഇൻ ടു ബ്ലാസ്റ്റോസിസ്റ്റ് അല്ലെങ്കിൽ ബ്ലാസ്റ്റുല എന്ന് പറയും. അപ്പോൾ ഈ മോറുല എന്ന് പറയുന്ന 16 സെല്ലുള്ള ഈ ഒരു എംബ്രിയോ അഗെയിൻ ഡിവൈഡഡ്, അങ്ങനെ എണ്ണം പെരുകും. ആ പെരുകി കഴിഞ്ഞാൽ കിട്ടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ബ്ലാസ്റ്റുല. അപ്പോൾ മോറുല എന്തായിട്ട് മാറി? ബ്ലാസ്റ്റുല എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറി. മോറുല, ബ്ലാസ്റ്റുല, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയും. ആ രൂപത്തിലേക്ക് മാറും. ഇവിടെ വ്യക്തമായിട്ട് പഠിക്കാനുള്ള ഒരു സ്റ്റേജാണ് ഈ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ സ്ട്രക്ചർ. ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്. The blastomere in the blastocyst are arranged in the outer layer of cell. ഈ ബ്ലാസ്റ്റോസിൻ്റെ ഏറ്റവും പുറത്തെ ലെയർ നമ്മൾ പറയുന്ന പേരാണ് ട്രോഫോബ്ലാസ്റ്റ് എന്നാണ് പറയുക. The outer layer of the blastocyst is called trophoblast. And inner group of cell attached to the trophoblast is called inner cell mass. ഇവിടെ 2 പേരുകൾ ഓർക്കണേ. ഇതിൻ്റെ ഔട്ടർ ലെയർ ഓഫ് സെല്ലുകളെ നമ്മൾ ട്രോഫോബ്ലാസ്റ്റ് എന്നും ഇന്നർ സെല്ലുകളെ പറയുന്ന പേരാണ് ഇന്നർ സെൽ മാസ് എന്നാണ് പറയുക. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദീസ് ടു? ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്ക് ഈ എംബ്രിയോ ഏകദേശം യൂട്രസിലെത്തുണ്ടാവും. ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഈ ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ലെയർ ആണ് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ എൻഡോമെട്രിയം. ദീസ് ട്രോഫോബ്ലാസ്റ്റ് ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദ എൻഡോമെട്രിയം ആൻഡ് ആൾസോ ഇറ്റ് പ്രൊവൈഡ് നറിഷ്മെൻറ്റ് ടു ദ ഇന്നർ സെൽ മാസ്. 2 പ്രധാനപ്പെട്ട റോളാണ് മൂപ്പർ ചെയ്യുന്നത്. ഒന്ന്, ഈ ട്രോഫോബ്ലാസ്റ്റുകളായിരിക്കും എൻഡോമെട്രിയുമായിട്ട് അറ്റാച്ച് ചെയ്യുക. അതോടൊപ്പം ഈ ഇന്നർ സെല്ലുകൾക്ക് നറിഷ്മെൻറ്റ് കൊടുക്കുന്നതിനും ട്രോഫോബ്ലാസ്റ്റ് സഹായിക്കുന്നുണ്ട്. After attachment, the uterine cell divided rapidly and cover the blastocyst. ഇത് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ യൂട്രൈൻ സെൽ ഡിവൈഡ് ചെയ്യുകയും അതിനങ്ങോട്ട് പൊതിയുകയും ചെയ്യും.
അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ഈ യൂട്രസിൻ്റെ വാളിലെത്തുകയും അതിനെ പൊതിയുകയും ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് ടോട്ടലി എംബഡഡ് ഇൻസൈഡ് ദ എൻഡോമെട്രിയം. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഇംപ്ലാന്റേഷൻ. അപ്പോൾ ഈ എൻഡോമെട്രിയത്തിൽ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച് ചെയ്യുകയും ആ ബ്ലാസ്റ്റോസിസ്റ്റിനെ യൂട്രൈൻ വാൾ കൊണ്ട് കവർ ചെയ്യുകയും ചെയ്ത് അവിടെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നതിനെയാണ്, എംബഡഡ് ചെയ്ത് നിൽക്കുന്നതിനെ പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ എന്നാണ് പറയുക. പ്രോസസ്സ് നടക്കുന്നത് ഇത് ഇവിടം മുതൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഓവുലേഷൻ മുതൽ ഈ ഒരു പ്രോസസ്സ് നടക്കാൻ എടുക്കുന്ന സമയം ഏകദേശം 7 days ആണ്. ഇറ്റ്സ് പ്ലേസ് എബൌട്ട് 7 days ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഫ്യൂഷൻ നടന്നതിൻ്റെ 7th ഡേയ്സിലാണ് ഈ ഇംപ്ലാന്റേഷൻ നടക്കാനുള്ള സാധ്യത കൂടുതൽ. ദെൻ ഇംപ്ലാന്റേഷൻ ലീഡ്സ് ടു പ്രഗ്നൻസി. അങ്ങനെ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നീട് ഉള്ള ഘട്ടമാണ് പ്രഗ്നൻസി എന്ന് പറയുന്ന സ്റ്റേജാണ്. Here, what happened to the inner cell mass? The inner cell mass get differentiated into 3 germ layer. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ എംബ്രിയോക്ക് 3 ലെയറുകളുണ്ട്. ഏതൊക്കെയാണ്? ഔട്ടർ എക്ടോഡം, മിഡിൽ മീസോഡം, ഇന്നർ എൻഡോഡം. ഇങ്ങനെ 3 ലെയറുകളായിട്ട് പിന്നീട് ഈ ഇന്നർ സെൽ മാസ് മാറും. These 3 layered structure of embryo is called ഗ്യാസ്ട്രുല. ഇവിടെ എത്തുമ്പോഴതിന് അതിൻ്റെ പേര് പിന്നെ മാറാണ്. ദാറ്റ്സ് കോൾഡ് ഗ്യാസ്ട്രുല ആൻഡ് ദ പ്രോസസ് ഈസ് കോൾഡ് ഗ്യാസ്ട്രുലേഷൻ. പിന്നീട് ഈ 3 ലെയറിൽ നിന്ന് നമ്മുടെ ഓരോ ഓർഗൻ സിസ്റ്റവും ഡെവലപ്പ് ചെയ്യും. ഈ ഒരു ചിത്രം നോക്കൂ. ഇതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അതിൻ്റെ ഓരോ സ്റ്റേജുകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓവുലേഷൻ മുതൽ ഇംപ്ലാന്റേഷൻ വരെ നടക്കുന്ന ഒരു പ്രോസസ്സിനെ ഒറ്റ രൂപത്തിൽ നമ്മൾ ചിത്രീകരിച്ചതാണ് ഇത്. ഇനി അടുത്തായിട്ട് മനസ്സിലാക്കുന്ന കാര്യം, ഈ ഒരു ഫെർട്ടിലൈസേഷൻ്റെ സമയത്താണ് കുട്ടിയുടെ സെക്സ് നിർണ്ണയിക്കപ്പെടുന്നത്. ദ സെക്സ് ഓഫ് ദ ബേബി ഈസ് ഡിറ്റർമൈൻഡ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ജെനറ്റിക്സ് എന്ന ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇവിടെ ഈ ഒരു ഫെർട്ടിലൈസേഷൻ്റെ സമയത്താണ് നടക്കുക എന്ന് നമ്മൾ ഓർക്കുക. നമുക്കറിയാം മനുഷ്യൻ്റെ ക്രോമസോം സംഖ്യ 46 ആണ്. മനുഷ്യൻ്റെ ക്രോമസോം സംഖ്യ 46 ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് ദ ക്രോമസോം പാറ്റേൺ ഓഫ് മെയിൽ ഈസ് 44 + XY ആൻഡ് ദ ക്രോമസോം പാറ്റേൺ ഓഫ് ഫീമെയിൽ ഈസ് 44 + XX. ഇതിൽ ഗ്യാമേറ്റിനാണ് സമയത്ത് നമ്മൾ പഠിച്ചതാണ്, ഗ്യാമേറ്റിനാണ് സമയത്ത് മിയോട്ടിക് ഡിവിഷനാണ് സംഭവിക്കുക. എന്ന് വെച്ചാൽ പുരുഷൻ്റെ ഈ ഒരു ക്രോമസോം വിഭജിച്ച് 2 ടൈപ്പ് ഗ്യാമറ്റുകൾ ഉണ്ടായിരിക്കും. 22 + X എന്ന് പറയുന്ന സ്പേം ഉണ്ടായിരിക്കും, 22 + Y എന്ന് പറയുന്ന സ്പേം ഉണ്ടായിരിക്കും. രണ്ടും ഈക്വൽ പ്രൊപ്പോർഷനിലായി, കാരണം 50-50 ആയിരിക്കും. അല്ലാതെ X കൂടുതലും Y കുറവല്ല ഉണ്ടാവുക, ഈക്വൽ പ്രൊപ്പോർഷനിലായിരിക്കും ഈ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബട്ട് ദ ഫീമെയിൽ പ്രൊഡ്യൂസ് ഓൺലി 1 ടൈപ്പ് ഓഫ് ഗ്യാമറ്റ്. ഇറ്റ് ഹാസ് ഓൺലി 1 ടൈപ്പ് ഓഫ് ക്രോമസോം, 22 + X. After fusion of male and female gamete, the സൈഗോട്ട് ക്യാരി എയ്തർ XX or XY ക്രോമസോം. ഒന്നെങ്കിൽ ആ സൈഗോട്ട് XX ആയിരിക്കും, അല്ലെങ്കിൽ ആ സൈഗോട്ട് XY ആയിരിക്കും. എങ്ങനെ വരാൻ സാധ്യത? ഈ അച്ഛൻ്റെ X എന്ന് പറയുന്ന ക്രോമസോമും അമ്മയുടെ X പറയുന്ന ക്രോമസോമും തമ്മിൽ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ XX എന്ന് പറയുന്ന സൈഗോട്ടായിട്ട് മാറും. അല്ല, അച്ഛൻ്റെ Y ക്രോമസോമും അമ്മയുടെ X ക്രോമസോമുമാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ സൈഗോട്ട് എന്തായിരിക്കും? XY ആയിരിക്കും. ദ സൈഗോട്ട് ക്യാരിയിങ് XX ക്രോമസോം വുഡ് ബി ഡെവലപ്ഡ് ആസ് എ ഫീമെയിൽ ബേബി, where zygote carrying XY chromosome would be developed as male baby. അപ്പോൾ ഒന്ന് ഓർക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, the sex of the child is determined by father, not by mother. അല്ലേ? അച്ഛനാണ് ഇവിടെ 2 ടൈപ്പ് ഗ്യാമേറ്റ് ഉണ്ടാക്കുന്നത്. ഹ്യൂമൻ മെയിൽ ഈസ് ഹെട്രോഗാമെറ്റിക് എന്നാണ് പറയുക. 2 തരം ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹെട്രോഗാമെറ്റിക് ആയിട്ടുള്ള പാരൻസ് ആയിരിക്കും കുട്ടിയുടെ സെക്സ് നിർണ്ണയിക്കപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ജെനറ്റിക്സ് പറയുന്ന ചാപ്റ്ററിൽ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യും. ഫെർട്ടിലൈസേഷന് ശേഷമുള്ള ഇവൻറ്റുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. ഈ ഒരു ചിത്രം നോക്കൂ. ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ ട്രോഫോബ്ലാസ്റ്റുകളിൽ നിന്നും ചില ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസുകൾ എറൈസ് ചെയ്യും. അത് നമ്മൾ പറയുന്ന പേരാണ് കൊറിയോണിക് വില്ലൈ എന്നാണ് പറയുക. വില്ലസ് നീട്ടില്ല, നമ്മൾ ചെറുകുടലിനകത്തുള്ള ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സിനാണ് വില്ലസ് എന്ന് പറയുക. അതേപോലെ ഹിയർ ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്, ദാറ്റ്സ് കോൾഡ് കൊറിയോണിക് വില്ലൈ, ആർ അപ്പിയർ ഫ്രം ട്രോഫോബ്ലാസ്റ്റ്. These chorionic villi are surrounded by uterine tissues and maternal blood.
ഓക്കെ, അപ്പോൾ യൂട്രസിൻ്റെ ടിഷ്യൂസുമായിട്ടും അമ്മയുടെ ബ്ലഡുമായിട്ടും ഈ കൊറിയോണിക് വില്ലൈ സറൗണ്ട് ചെയ്യും. അങ്ങനെ ദീസ് കൊറിയോണിക് വില്ലൈ ആൻഡ് യൂട്രൈൻ ടിഷ്യൂ ഇൻ്റർഡിജിറ്റേറ്റഡ് ടു ബിക്കം പ്ലാസൻറ്റ. ഈ കൊറിയോണിക് വില്ലൈ എന്ന് പറയുന്ന ഫിംഗർ ലൈക്ക് സ്ട്രക്ചറും അമ്മയുടെ യൂട്രൈൻ ടിഷ്യൂസും തമ്മിൽ കൂടിച്ചേർന്നിട്ടുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് പ്ലാസൻറ്റ എന്നാണ് പറയുക. ഗർഭകാലത്ത് വളരെയധികം പ്രസക്തിയുള്ള ഒരു പാർട്ടാണ് പ്ലാസൻറ്റ. ഇറ്റ് ഈസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ബിറ്റ്വീൻ ഡെവലപ്പിംഗ് എംബ്രിയോ ആൻഡ് മെറ്റേണൽ ബോഡി. അമ്മയുടെയും ഈ ഡെവലപ്പ് ചെയ്യുന്ന കുഞ്ഞിൻ്റെയും ഇടയിലുള്ള ഒരു സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റാണ് പ്ലാസൻറ്റ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ പ്ലാസൻറ്റയെ ഈ ഗർഭസ്ഥ ശിശുവുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആംബ്ലിക്കൽ കോഡ് വഴിയാണ്. പൊക്കിൾ കൊടി എന്നാണ് പറയുക. കേട്ടില്ലേ നിങ്ങൾ? പ്ലാസൻറ്റ ഈസ് കണക്റ്റഡ് ടു ദ എംബ്രിയോ ബൈ ആംബ്ലിക്കൽ കോഡ്. ഇറ്റ് ട്രാൻസ്പോർട്ട്സ് സബ്സ്റ്റൻസ് ടു ആൻഡ് ഫ്രം ദ എംബ്രിയോ. ഈ എംബ്രിയോയിൽ നിന്ന് വസ്തുക്കൾ അമ്മയുടെ ശരീരത്തിലേക്കും അമ്മയുടെ ശരീരത്തിൽ നിന്ന് കുട്ടിയിലേക്ക് കിട്ടേണ്ട ന്യൂട്രിയൻസ് എല്ലാം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഈ ആംബ്ലിക്കൽ കോഡിലൂടെയാണ്. എന്തൊക്കെയാണ് പ്ലാസൻറ്റയുടെ ഫങ്ഷൻ? വാട്ട് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് പ്ലാസൻറ്റ? തന്നിരിക്കുന്ന ലിസ്റ്റ് നോക്കൂ. ഒന്ന്, ഇറ്റ് ആക്ട് ആസ് ദ ബാരിയർ ബിറ്റ്വീൻ ദ ഫീറ്റസ് ആൻഡ് മദർ. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഇടയിലുള്ളൊരു ബാരിയറായിട്ട് പ്ലാസൻറ്റ ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇറ്റ് സപ്ലൈ ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻ എക്സെട്ര ഫ്രം മദർ ടു ഫീറ്റസ്. അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് ഓക്സിജനും ന്യൂട്രിയൻസൊക്കെ ഈ കുഞ്ഞിലേക്ക് ലഭ്യമാക്കുന്നത് പ്ലാസൻറ്റയിലൂടെയാണ്. പ്ലാസൻറ്റയെ കുട്ടിയുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആംബ്ലിക്കൽ കോഡിലൂടെയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. മൂന്നാമത്തത്, റിമൂവ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് എക്സ്ക്രീറ്ററി വേസ്റ്റ് ഫ്രം ദ ഫീറ്റസ്. ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡും അതുപോലെ എക്സ്ക്രീറ്ററി മെറ്റീരിയലും അമ്മയുടെ ബോഡിയിലേക്ക് തിരിച്ചും അയക്കുന്നത് ഈ പ്ലാസൻറ്റയിലൂടെയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു ഫംഗ്ഷൻ പ്ലാസൻറ്റ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷന് പുറമെ, ഇങ്ങനെ വസ്തുക്കളെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതിന് പുറമെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനും കൂടിയും പ്ലാസൻറ്റ ചെയ്യുന്നുണ്ട്. പ്ലാസൻറ്റ ആക്ട് ആസ് ആൻ എൻഡോക്രൈൻ ഗ്ലാൻഡ്. നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഹോർമോൺ ഉൽപ്പാദിക്കപ്പെടുന്ന ഗ്ലാൻഡുകളെയാണ് എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എന്ന് പറയാം. അപ്പോൾ സം ടൈം പ്ലാസൻറ്റ ഇറ്റ് ആക്ട് ആസ് എ എൻഡോക്രൈൻ ഗ്ലാൻഡ്. പ്ലാസൻറ്റ ഉണ്ടാക്കുന്ന ചില പ്രധാനപ്പെട്ട ഹോർമോണുകളുണ്ട്. ഏതൊക്കെ നോക്കാം. ഇറ്റ് സെക്രീറ്റ്സ്, ഒന്ന് ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, HCG എന്നാണ് അറിയപ്പെടുക. രണ്ടാമത്തെ ഹോർമോണാണ് ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടോജൻ, HPL. അതേപോലെ പ്ലാസൻറ്റ ആൾസോ സെക്രീറ്റ് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ആൻഡ് റിലാക്സിൻ. ഇത്തരം ഹോർമോണുകളും പ്ലാസൻറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈസ്ട്രജനും പ്രൊജസ്ട്രോണൊക്കെ ഉണ്ടാക്കുന്നത് വേറെ സെല്ലുകളാണ് അല്ലേ. എന്നാൽ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നീട് ഓവറിക്കോ കോർപ്പസ് ലൂട്ടിയമോ ഉണ്ടായിരിക്കില്ല. അതിനുശേഷം ഈ ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും പ്രൊഡക്ഷൻ നടക്കുന്നത് പ്ലാസൻറ്റയുടെ സഹായത്താലാണ്. ഈ HCG എന്ന് പറയുന്ന ഹോർമോൺ വളരെ പ്രധാനപ്പെട്ട ഹോർമോണാണ്. കേട്ടിട്ടുണ്ടായിരിക്കും. ഈ പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റുകളുണ്ട് അല്ലേ, പ്രഗ്നൻസി തിരിച്ചറിയുന്ന കിറ്റുകളുണ്ട്. അതിലേക്ക് ഈ ഗർഭിണിയായ സ്ത്രീയുടെ മൂത്രം ഉറ്റിക്കുമ്പോഴാണ് ഈ ഗർഭിണി ആണോ അല്ലയോ തിരിച്ചറിയുക. അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യണത് ഈ ഹോർമോണിൻ്റെ പ്രസൻസാണ്. ഈ യൂറിനിലുള്ള HCG എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രസൻ്റാണ് അവിടെ കാണിക്കുക. ഈ ഹോർമോൺ ആർക്കേ ഉണ്ടാവുള്ളൂ? പ്ലാസൻറ്റ ഉള്ള സ്ത്രീകൾക്കേ ഉണ്ടാവുള്ളൂ. പ്ലാസൻറ്റ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ പ്രഗ്നൻ്റ് ആണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ. റിലാക്സിൻ ഇസ് എൻ ഹോർമോൺ വിച്ച് ഹെൽപ്പ് ഇൻ ദ റിലാക്സേഷൻ ഓഫ് പബിക് ലിഗമെൻറ്റ്സ് ടു എനേബിൾ ദ ബർത്ത് ഓഫ് ചൈൽഡ്. കുഞ്ഞിൻ്റെ പ്രസവം സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പബിക് ലിഗമെൻറ്റുകളെ വികസിപ്പിച്ചിട്ട് കുഞ്ഞിൻ്റെ പ്രസവം എളുപ്പമാക്കുന്ന ഹോർമോണാണ് റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഓക്കെ, അപ്പോൾ ഇത്രയും ഹോർമോണുകൾ പ്ലാസൻറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, പ്ലാസൻറ്റ ഇസ് ദ ന്യൂട്രിറ്റീവ്, റെസ്പിറേറ്ററി ആൻഡ് എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് ദ ഫീറ്റസ്. അപ്പോൾ അങ്ങനെ പറയാം അല്ലേ. ഈ ഫീറ്റസിൻ്റെ ഈ എല്ലാ ഓർഗൻസായിട്ടും പ്രവർത്തിക്കുന്നത് പ്ലാസൻറ്റയാണ്. കാരണം ഇതിലൂടെയാണ് ഈ കുഞ്ഞിലേക്ക് ഓക്സിജനും കാർബൺ ഡയോക്സൈഡ് എത്തുന്നത്, ഇതിലൂടെയാണ് ന്യൂട്രിയൻസ് എത്തുന്നത്, ഇതിലൂടെയാണ് വേസ്റ്റുകൾ പുറത്തു പോകുന്നത്. പ്ലാസൻറ്റയെ ഗർഭസ്ഥ ശിശുവുമായിട്ട് കണക്ട് ചെയ്യുന്ന ആംബ്ലിക്കൽ കോഡിലൂടെയാണ്. ആക്ച്വലി umbilical cord is a vascular connection between placenta and fetus. During embryonic development, certain part of the embryo is differentiated into a set of membrane.
That set of membrane is called the extra-embryonic membrane. These membrane include three parts: amnion, chorion, and yolk sac. ഇവിടെ ഈ ആംനിയോൺ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈ ചിത്രം നോക്കൂ നിങ്ങൾ. ഈ ഗർഭസ്ഥ ശിശു കിടക്കുന്നത് ഈ ഒരു സാക്ക് ലൈക്ക് സെക്ഷനകത്താണ്. ഈ സാക്ക് ലൈക്ക് സെക്ഷനെയാണ് നമ്മൾ ആംനിയോട്ടിക് സാക്ക് എന്ന് പറയുക. ഈ ആംനിയോട്ടിക് സാക്കിനകത്ത് നിറഞ്ഞിരിക്കുന്ന ഫ്ലൂയിഡ് ആണ് ആംനിയോൺ ഓർ ആംനിയോട്ടിക് ഫ്ലൂയിഡ്. These amniotic fluid function as a desiccation and act as a shock absorber. ഈ അമ്മയുടെ ശരീരം എവിടെയും വെച്ച് തട്ടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗർഭസ്ഥ ശിശുവിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ആംനിയോൺ എന്ന് പറയുന്ന ഫ്ലൂയിഡാണ്. ഡ്യൂറിംഗ് പ്രഗ്നൻസി certain hormones level also increases in mother's body. Hormones like estrogen, progesterone, cortisol, prolactin, thyroxine, etc. are also increases in maternal blood. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ, ഗർഭകാലഘട്ടത്തിൽ ഈ പറയുന്ന ഹോർമോണുകളൊക്കെ സ്ത്രീയുടെ ശരീരത്തിൽ ഇൻക്രീസ് ചെയ്യും. ദീസ് ഹോർമോൺസ് സപ്പോർട്ട് ദ ഫീറ്റൽ ഗ്രോത്ത്. ഇതിൻ്റെ ഒരു റോള് ഈ ഫീറ്റസിന്റെ ഗ്രോത്തിനെ ഇൻക്രീസ് ചെയ്യുക. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ അമ്മയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ക്രെറ്റിനിസ് എന്ന് പറയുന്ന രോഗമൊക്കെ ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അമ്മയിൽ തൈറോക്സിന്റെ പ്രൊഡക്ഷൻ നടക്കണം എന്നുള്ളതാണ്. അതേപോലെ ഇറ്റ് ആൾസോ സപ്പോർട്ട് ദ മെറ്റബോളിക് ചേഞ്ചസ് ഇൻ ദ മദർ ആൻഡ് മെയിൻറ്റെയിൻ പ്രഗ്നൻസി. ഓക്കെ, അമ്മയുടെ മെറ്റബോളിക് ചേഞ്ചസിനെയും പ്രഗ്നൻസിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഹോർമോണുകൾ സഹായിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു എംബ്രിയോക്ക് 3 ലെയർ ഉണ്ട്, അല്ലെങ്കിൽ ജേം ലെയറിന് 3 ലെയർ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? എക്ടോഡം, മീസോഡം, എൻഡോഡം. അങ്ങനെ എന്ത് വെച്ചാൽ ദീസ് ജേം ലെയർ ഗിവ് റൈസ് ടു ഓൾ ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. ഈ ഒരു ജേം ലെയറിൽ നിന്നാണ് ഈ ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും എന്നുള്ളതാണ്. The stem cell in the inner cell mass have the potency to give rise to all the tissues and organs. Okay, അപ്പൊ ഈ ഇന്നർ സെൽ മാസിനകത്തുള്ള സ്റ്റെം സെല്ലുകൾ ഉണ്ടായിരിക്കും, വിത്ത് കോശങ്ങൾ എന്നാണ് പറയുന്നത്. ഈ സ്റ്റെം സെല്ലുകൾക്കുള്ള ഒരു കഴിവാണ് പൊട്ടൻസി. നിങ്ങൾ കേട്ടിട്ടുണ്ട് ടോട്ടി പൊട്ടൻസി എന്ന് കേട്ടിട്ടുണ്ടായി. അതേപോലെ ഇന്നർ സെൽ മാസിനകത്തുള്ള സ്റ്റെം സെല്ലുകൾക്ക് വിവിധ കോശങ്ങളായിട്ട് മാറാനുള്ള ശേഷിയുണ്ട്. അങ്ങനെ ഗർഭസ്ഥ കാലഘട്ടത്തിനിടയിൽ കുഞ്ഞിന്റെ ശരീരത്തിൽ വ്യത്യസ്ത ഓർഗൻസ് ഡെവലപ്മെന്റ് സംഭവിക്കും. ജസ്റ്റേഷൻ പീരീഡിൽ, ഗർഭ കാലഘട്ടത്തിൽ ഈ ഗർഭസ്ഥ ശിശുവിൽ നടക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആഫ്റ്റർ 1 month ഹാർട്ട് ഈസ് ഫോംഡ്. 1 മാസമാകുമ്പോഴേക്ക് തന്നെ കുഞ്ഞിൽ ഹൃദയം ഡെവലപ്പ് ചെയ്യും. ദ ഫസ്റ്റ് സൈൻ ഓഫ് ദ ഗ്രോയിങ് ഓഫ് ദ ഫീറ്റസ് ഈസ് ദ ഹാർട്ട് ബീറ്റ് ലിസണിങ് കെയർഫുള്ളി ത്രൂ ദ സ്റ്റെതസ്കോപ്പ്. ഈ സ്കാനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 1 മാസമാകുമ്പോഴേക്ക് തന്നെ ഈ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് മനസ്സിലാക്കാൻ സാധിക്കും. Then end of 2nd month, limbs and digits are developed. 2ാമത്തെ മാസത്തിന്റെ അവസാനമാകുമ്പോഴേക്ക് ലിംബുകൾ മീൻസ് കൈകാലുകളും വിരലുകളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. എൻഡ് ഓഫ് 12 weeks എന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ. മനുഷ്യന്റെ ഗർഭകാലഘട്ടത്തിൽ നമ്മൾ 3 ട്രൈമസ്റ്ററുകൾ എന്നാണ് പറയുന്നത്. 3, 3, 3 അല്ലെ, 9 മാസം എന്ന് പറയുന്നു. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ അവസാനമാകുമ്പോഴേക്ക് എൻഡ് ഓഫ് 12 weeks what happened? മേജർ ഓർഗൻസ് ആർ ഡെവലപ്ഡ്. പ്രധാനപ്പെട്ട ഓർഗൻസ് ഡെവലപ്പ് ചെയ്യും. അതിൽ ലിംബുകൾ ഉണ്ടായിരിക്കും. എക്സ്റ്റേണൽ ജനൈറ്റൽ ഓർഗൻസ് ആർ വെൽ ഡെവലപ്ഡ്. അപ്പോൾ ആണാണോ പെണ്ണാണോ എന്നൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് തന്നെ സ്കാനിങ്ങും ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാവും. ഡ്യൂറിങ് 5th month, 5ാമത്തെ മാസമാകുമ്പോഴേക്ക് ഫസ്റ്റ് മൂവ്മെന്റ് ഓഫ് ഫീറ്റസ് ആൻഡ് അപ്പിയറൻസ് ഓഫ് എയർ ഓൺ ദ ഹെഡ്. 5ാമത്തെ മാസത്തിൽ പറയാറുണ്ട്, 5ാം മാസത്തിൽ സ്കാൻ ചെയ്യുമ്പോഴാണ് കുഞ്ഞിന്റെ മൂവ്മെന്റുകളും ഒക്കെ അറിയാൻ സാധിക്കുക. അതേപോലെ തലയിലൊക്കെ ഹെയർസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. എൻഡ് ഓഫ് 24 weeks എന്ന് വെച്ചാൽ 2nd ട്രൈമസ്റ്ററിൽ ബോഡി ഈസ് കവേർഡ് വിത്ത് ഫൈൻ ഹെയർ. ചെറിയ ചെറിയ രോമങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും ശരീരത്തിനകത്ത്. ആൻഡ് ഐ ലിഡ്സ് സെപ്പറേറ്റ് ആൻഡ് ഐ ലാഷസ് ആർ ഫോർമഡ്. ഐ ലിഡ് സെപ്പറേറ്റ് ചെയ്യും. മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. അത് കണ്ടുണ്ടായിരിക്കും മറ്റു ജീവികളൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ അവരെ കണ്ണ് അടഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് കണ്ണ് കീറുക എന്ന് നമ്മൾ പറയാം. മനുഷ്യന്റെ പ്രത്യേക, മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ കണ്ണ് തുറന്നാണ് ജനിക്കുന്നത്. അപ്പോൾ ഐലിഡ്സ് ആർ സെപ്പറേറ്റഡ് ആൻഡ് ഐ ലാഷസ് ആർ ഫോമഡ് അറ്റ് ദ എൻഡ് ഓഫ് 24 weeks. 2nd ട്രൈമസ്റ്റർ 6 മാസം ആകുമ്പോഴേക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. എൻഡ് ഓഫ് ദ 8th month ദ ടെസ്റ്റിസ് ഓഫ് ദ മെയിൽ ഫീറ്റസ് ഈസ് ഡിസെൻഡഡ് ടു സ്ക്രോട്ടം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്, പുരുഷന്റെ ടെസ്റ്റിസ്
അബ്ഡോമന്റെ ഔട്ട്സൈഡിൽ സ്ക്രോട്ടത്തിനകത്താണ്. പക്ഷെ ഇത് എംബ്രിയോ സ്റ്റേജിൽ ഇത് ബോഡിന്റെ അബ്ഡോമന്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. അറ്റ് ദ എൻഡ് ഓഫ് 8th month ദീസ് ടെസ്റ്റിസ് ഈസ് ഡിസെൻഡ് ടു സ്ക്രോട്ട് ആൻഡ് ബൈ ദ എൻഡ് ഓഫ് 9th month 9ാം മാസത്തിന്റെ അവസാനം ആകുമ്പോഴേക്ക് റെഡി ഫോർ ഡെലിവറി. ഓക്കെ, ഈ ഭൂമിയിലേക്ക് ജനിക്കാൻ റെഡി ആയിട്ട് കുഞ്ഞുണ്ടായിരിക്കും. ഹ്യൂമൻ പ്രഗ്നൻസി ലാസ്റ്റ് ഫോർ 9 months. 9 മാസം നീണ്ടു നിൽക്കുന്ന കാലഘട്ടമാണ് മനുഷ്യന്റെ പ്രഗ്നൻസി. ഇതിനെ നമ്മൾ ജസ്റ്റേഷൻ പീരീഡ് എന്നാണ് പറയുന്നത്. ഈ കാലഘട്ടത്തെ ജസ്റ്റേഷൻ പീരീഡ്, ഗർഭകാലഘട്ടം എന്നാണ് പറയുന്നത്. നമ്മൾ 270 to 280 days എന്നാണ് പറയുന്നത് സാധാരണ. നമ്മൾ അമ്മമാരൊക്കെ പറയാറുണ്ട് 10 മാസം ചുമന്നു എന്നൊക്കെ അല്ലേ. അത് ഈ 280 days 28 ദിവസത്തിന്റെ സൈക്കിൾ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ 10 months എന്നൊക്കെ പറയാം. അത് ഓരോ ജീവിനും വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. ഓരോ ജീവിയിലും ജസ്റ്റേഷൻ പീരീഡ് വ്യത്യാസമുണ്ട്. പൂച്ചകൾ 2 മാസമാണ് പൂച്ചയുടെ ജസ്റ്റേഷൻ പീരീഡ്. അതുപോലെ ഡോഗിനും 2 മാസം തന്നെയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജസ്റ്റേഷൻ പീരീഡിലെ ജീവി ആനയാണ്. ആനക്ക് 21 മാസത്തോളം, പക്ഷേ ലേശം 2 വർഷത്തിന്റെ അടുത്ത് ആനയുടെ ജസ്റ്റേഷൻ പീരീഡ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. റീപ്രൊഡക്ഷന്റെ ഏറ്റവും അവസാനത്തെ ഇവന്റ് ആണ് പെർച്ചുറേഷൻ ആൻഡ് ലാക്ടേഷൻ. വാട്ട് ഈസ് പെർച്ചുറേഷൻ? It is a process of giving birth to young ones. പൂർണ്ണമായും ഡെവലപ്പ് ചെയ്ത കുഞ്ഞിന് ജന്മം നൽകുന്നതിനെയാണ് പെർച്ചുറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം. ഒരുപാട് ഹോർമോണുകളും അതുപോലെ നമ്മുടെ നെർവസ് സിസ്റ്റവും എല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് പെർച്ചുറേഷൻ അല്ലെങ്കിൽ പ്രസവം എന്ന് പറയുന്നത്. നമുക്ക് മറ്റൊരു ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ വിഗറസ് കൺട്രാക്ഷൻ ഓഫ് ദ യൂട്രസ് at the end of gestation period and cause expulsion or delivery of baby is called perturbation. ഗർഭകാലഘട്ടത്തിന്റെ അവസാനം ആകുമ്പോഴേക്ക് യൂട്രസിന്റെ വിഗറസ് കൺട്രാക്ഷന്റെ ഫലമായിട്ട് ഈ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഈ ബേബി പുറത്തു പോരുന്നതിനെയാണ് നമ്മൾ പ്രസവം എന്ന് പറയുന്നത്. പ്രസവത്തിന്റെ ആ സന്ദർഭത്തിൽ ഇതിന് നമ്മൾ പറയാറുണ്ട് അസഹനീയമായ വേദന ഉണ്ടാവും എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പൊ ഈ ഒരു സിഗ്നൽ കൊടുക്കുന്നത് ഈ ഫുള്ളി ഡെവലപ്ഡ് ബേബിയുടെ ശരീരത്തിൽ നിന്നാണ്. ദ സിഗ്നൽ ഫ്രം ദ ഫീറ്റസ് ആൻഡ് പ്ലാസൻഡ ഇൻഡ്യൂസ് മൈൽഡ് യൂട്രൈൻ കൺട്രാക്ഷൻ. ദ സിഗ്നൽസ് ഫോർ പെർച്ചുറേഷൻ ഈസ് ഒറിജിനേറ്റിംഗ് ഫ്രം ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് ആൻഡ് പ്ലാസൻഡ. ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള ഫീറ്റസിൽ നിന്നും പ്ലാസൻഡയിൽ നിന്നുമാണ് ഈ പ്രസവിക്കാനുള്ള സിഗ്നൽ തലച്ചോറിലേക്ക് കൊടുക്കുന്നത്. And this signal induce mild uterine contraction that is called fetal ejection reflex എന്നാണ് പറയുക. ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ആ ഒരു സന്ദേശത്തെ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്നാണ് പറയുക. These fetal ejection reflex cause the release of oxytocin from the maternal pituitary gland. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രസവം സുഖകരമാക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അപ്പൊ ഈ ഒരു ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സിന്റെ ഫലമായിട്ട് അമ്മയുടെ പിറ്റ്യൂട്ടറിയിൽ നിന്നും ഹൈപ്പോതലാമസാണ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുക, പിറ്റ്യൂട്ടറിയിൽ സ്റ്റോർ ചെയ്യുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അങ്ങനെ പിറ്റ്യൂട്ടറിയിൽ നിന്നും ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുകയും ചെയ്യും. ഓക്സിറ്റോസിൻ കോസ് സ്ട്രോങ്ങർ യൂട്രൈൻ മസിൽ കൺട്രാക്ഷൻ വിച്ച് ഇൻ ടേൺ സ്റ്റിമുലേറ്റ് ഫർദർ സെക്രീഷൻ ഓഫ് ഓക്സിറ്റോസിൻ. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു സിഗ്നൽ വരുമ്പോൾ ഓക്സിറ്റോസിന്റെ ഫലമായിട്ട് യൂട്രസിന്റെ കൺട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യും. സ്ട്രോങ്ങർ യൂട്രൈൻ കൺട്രാക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോഴാണ് ഈ വേദന അനുഭവപ്പെടുക. അതിന്റെ ഫലമായിട്ട് ഹൈപ്പോതലാമസിൽ നിന്നും പിറ്റ്യൂട്ടറിയിൽ നിന്നും ഓക്സിറ്റോസിന്റെ ഉൽപാദനം സ്റ്റിമുലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ദീസ് പ്രോസസ് ഇസ് കണ്ടിന്യൂഡ്. അങ്ങനെ ഈ ഓക്സിറ്റോസിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയും ലീഡിംഗ് ടു ദ എക്സ്പൾഷൻ ഓഫ് ദ ബേബി ഔട്ട് ഓഫ് ദ യൂട്രസ് ത്രൂ ദ ബർത്ത് കനാൽ. അങ്ങനെ ഈ ഹോർമോണിന്റെയും അതേ സമയത്ത് ഉണ്ടാകുന്ന ന്യൂറൽ സിഗ്നൽസിന്റെയും ഇതിന്റെ ഫലമായിട്ട് യൂട്രസിൽ നിന്ന് ബർത്ത് കനാലിലൂടെ ഈ കുഞ്ഞ് പുറത്തു പോരുന്നതിനെയാണ് നമ്മൾ പെർച്ചുറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. ഒരുപാട് ഹോർമോണുകളുടെയും നെർവസ് സിസ്റ്റത്തിന്റെയും ഒക്കെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് പെർച്ചുറേഷൻ എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത്. ആഫ്റ്റർ പെർച്ചുറേഷൻ ദ ആംബ്ലിക്കൽ കോഡ് ഈസ് കട്ട് ഓഫ്. അങ്ങനെ കുഞ്ഞ് പുറത്തു വന്ന ശേഷം ഈ ആംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്തിട്ട് നമ്മൾ കുഞ്ഞിനെടുക്കും. അങ്ങനെ കുഞ്ഞിനെടുത്ത ശേഷം ഈ ആംബ്ലിക്കൽ കോഡിന്റെ ഭാഗങ്ങളും അതുപോലെ പ്ലാസിന്റെയും കുഞ്ഞിന് വേണ്ടി തയ്യാറായിട്ടുള്ള ഈ പ്ലാസിന്റെയും എല്ലാം മെറ്റൽ ബോഡിയിൽ നിന്ന് പുറത്തു പോരും. കുഞ്ഞിന് ശേഷം ഇത് പുറത്തു പോരും. ദ പ്ലാസന്റ ആൻഡ് ദ റെമനൻസ് ഓഫ് ആംബ്ലിക്കൽ കോഡ് ആർ എക്സ്പെൽഡ് ഫ്രം ദ മെറ്റൽ ബോഡി ആഫ്റ്റർ പെർച്ചുറേഷൻ. ദിസ് ഈസ് കോൾഡ് ആഫ്റ്റർ ബർത്ത്.
ഓക്കെ, അപ്പോൾ കുഞ്ഞ് പോകുന്ന ശേഷം നമ്മൾ ആംബിക്കൽ കോഡ് കട്ട് ചെയ്യുന്നു. ശേഷം ഈ ആംബിക്കൽ കോഡിന്റെ ബാക്കി ഭാഗവും ഈ പ്ലാസിന്റെയും അമ്മയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോരും. ഇനി അതിന്റെ ഫംഗ്ഷൻ ഇല്ലല്ലോ, അത് പുറത്തു പോരും. അതിനെയാണ് നമ്മൾ ആഫ്റ്റർ ബർത്ത് എന്ന് പറയുന്നത്. ദിസ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ ബ്ലീഡിങ്. ഇതിനെ തുടർന്ന് ആ ഒരു അമ്മയിൽ ബ്ലീഡിങ് ഉണ്ടായിരിക്കും. ദിസ് ഡ്യൂ ടു വാസ്കുലർ ടിഷ്യൂസ് ആർ ഡാമേജ്ഡ് ഇൻ ദിസ് പ്രോസസ്. ആ കുഞ്ഞിന് വേണ്ടിയിട്ട് അമ്മയുടെ ശരീരത്തിൽ തയ്യാറായിട്ടുള്ള വാസ്കുലർ ടിഷ്യൂസ് ഒക്കെ ഡാമേജ് ചെയ്യും. അപ്പോൾ ഈ കുഞ്ഞ് അതുപോലെ ഈ പ്ലാസന്റയും പോന്നു കഴിഞ്ഞാൽ പിന്നീട് തുടർച്ചയായിട്ട് ആ അമ്മയിൽ ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്യും. അത് 40 മുതൽ ഒരു 60-90 ദിവസം വരെ ചിലപ്പോൾ ലാസ്റ്റ് ചെയ്യാം. ഹ്യൂമൻ റീപ്രൊഡക്ഷന്റെ ഏറ്റവും അവസാന ഇവന്റ് ആണ് ലാക്ടേഷൻ. ഡ്യൂറിംഗ് പ്രഗ്നൻസി ദ മാമറി ഗ്ലാൻഡ് അണ്ടർഗോസ് ഡിഫറൻഷിയേറ്റഡ് ആൻഡ് സ്റ്റാർട്ട് പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ടുവാർഡ്സ് ദ എൻഡ് ഓഫ് പ്രഗ്നൻസി. ദിസ് ഈസ് കോൾഡ് ലാക്ടേഷൻ. അപ്പോൾ ഈ ഗർഭകാലഘട്ടത്തിന്റെ അവസാനം ആകുമ്പോഴേക്ക് മാമറി ഗ്ലാൻഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യും. നമ്മൾ അതിന്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. അതിനകത്തുള്ള ആൽവിയോളസും പോലുള്ള ഡക്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ആൽവിയോളയിൽ നിന്ന് മിൽക്കിന്റെ പ്രൊഡക്ഷൻ ആരംഭിക്കുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ ലാക്ടേഷൻ എന്ന് പറയുക. The yellowish milk produced the initial few days of lactation is called colostrum. ലാക്ടേഷന്റെ ആദ്യ കാലഘട്ടം പ്രസവിച്ചതിന്റെ 1-2 ദിവസങ്ങളിൽ ഉണ്ടാകുന്ന യെല്ലോയിഷ് കളേർഡ് ആയിട്ടുള്ള മിൽക്കിനെയാണ് നമ്മൾ കൊളസ്ട്രം എന്ന് പറയുക. സാധാരണ മിൽക്കിന് വൈറ്റ് നിറമായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ പ്രസവിച്ചതിന്റെ ഇനീഷ്യൽ ഡേയ്സുകളിൽ ഉണ്ടാകുന്ന മിൽക്കിനെ പറയുന്ന പേരാണ് കൊളസ്ട്രം. ദീസ് കൊളസ്ട്രം കണ്ടെയ്ൻസ് സെവറൽ ആന്റിബോഡീസ് essential to develop resistance for the newborn babies. ജനിച്ച കുഞ്ഞിന് പ്രതിരോധശേഷി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് ആന്റിബോഡികൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ആന്റിബോഡിയാണ് IgA എന്നാണ് പറയാം. ഇതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ പഠിക്കുന്നുണ്ട്. ആന്റിബോഡീസ് എന്ന് പറഞ്ഞാൽ ഒരുതരം പ്രോട്ടീനാണ്. ആ പ്രോട്ടീന്റെ വിഭാഗത്തിന്റെ പേരാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നാണ് പറയാം. അപ്പോൾ IgA, ഇമ്മ്യൂണോഗ്ലോബുലിൻ A എന്ന് പറയുന്ന ആന്റിബോഡിയാണ് ഈ കൊളസ്ട്രം എന്ന് പറയുന്ന മിൽക്കിനകത്ത് ഉള്ളത്. പലപ്പോഴും നമ്മുടെ നാടുകളിൽ ആദ്യമകാലങ്ങളിലൊക്കെ ഈ കൊളസ്ട്രം എന്ന് പറയുന്ന ഈ യെല്ലോയിഷ് കളറായിട്ടുള്ള മിൽക്കിനെ ആദിമകാലങ്ങളിലൊന്നും ആളുകൾ കുട്ടി കൊടുക്കില്ലായിരുന്നു. അവരുടെ ഒരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ്. ഇന്ന് ശാസ്ത്രവും അതുപോലെ ഡോക്ടർമാരുടെയൊക്കെ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഈ മിൽക്ക് നിർബന്ധമായിട്ടും ജനിച്ച കുട്ടിക്ക് കൊടുക്കാറുണ്ട്. അതിലൂടെ കുട്ടിയുടെ ശരീരത്തിലെ ഈ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഹ്യൂമൻ റീപ്രൊഡക്ഷന്റെ എല്ലാ ഇവന്റുകളും വ്യക്തമായിട്ട് നമുക്ക് ഈ സീരീസ് ഓഫ് വീഡിയോസിലൂടെ പറയാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഭാഗം കാണാൻ ബാക്കിയുള്ളവർ യൂട്യൂബിൽ നിന്നും ആ ഭാഗം കാണണം എന്ന് ഉറപ്പെടുത്തുകയാണ്. അടുത്ത ദിവസം മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.